ഞാൻ ഓപ്പണായിട്ടൊന്നും തോന്നില്ല. ഞാൻ ഇടയ്ക്ക് ഭയങ്കര വിഷമത്തിൽ ഇരിക്കുമ്പോ ഞാൻ ഇങ്ങനെ കലിപ്പം കാന്തയെ ട്രോളം നോക്കും. ചേട്ടന്റെ അല്ലേ വേറൊരു പെണ്ണുണ്ടായിരുന്നല്ലോ ഈ ട്രോളില്ലേ ഫുൾ ടൈം ഹെഡ്സെറ്റ് വെച്ചിട്ട് എന്താ പറ്റി അപ്പൊ എനിക്ക് വിഷമം വരുന്ന ഒരു സമയത്ത് ഞാൻ ഇതെടുത്ത് നോക്കും ട്രോള് യൂട്യൂബില്. അപ്പൊ ഞാൻ അത് കണ്ട് ചിരിക്കും. അപ്പൊ ഇടയ്ക്ക് ചേട്ടന്റെ വരുമായിരുന്നു. അല്ല, അതിലൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല. റിയാക്ഷൻ അല്ലാതെ ഈ യൂട്യൂബ് ചാനലില് ഫിലിമിന്റെ ഒരു ട്രോൾ എനിക്ക് ഇഷ്ടമാ. ഞാൻ അത് കണ്ട് ചിരിക്കും. അല്ല, അതെനിക്കും ഇഷ്ടമാണ്. അതിനൊരു സെൻസ് വേണം. നമ്മളിപ്പോ ഒരു ഡയലോഗ് പറഞ്ഞെങ്കിൽ അതിനപ്പുറത്ത് ഓപ്പോസിറ്റ് ഏത് സിനിമയെന്നാണ് തപ്പി കണ്ടുപിടിച്ച് അപ്പുറം കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത ഭാഗം അതിനവനാ ചിലപ്പോൾ ആ ഫുള്ള് സീൻ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. എന്നിട്ട് അതെടുത്ത് കട്ട് ചെയ്ത് വെക്കേണ്ടി വരും. അങ്ങനെ ആ വീഡിയോ മൊത്തം അവൻ എഡിറ്റ് ആൾക്കാർ എൻഗേജ് ചെയ്യുമ്പോൾ അതിന് നല്ല കഴിവ് വേണം. പക്ഷെ അതിന് പകരമായിട്ട് ആൾക്കാർ ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നും ചിലപ്പോൾ ഇപ്പൊ ഭയങ്കര കുറവാണ് അത് കാണുന്നത്. അതെനിക്ക് വളരെ സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ അങ്ങനെ വലിയ വീഡിയോസ് കാണാറില്ല, കമന്റ്സ് അങ്ങനെ കാണാറില്ല. കാരണം ചെയ്തിട്ടുണ്ട് അതിനുള്ള രീതിയിലുള്ള വേർത്തായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവള് വന്നതിന് ശേഷം ശരിക്കും പറയാലോ ഭയങ്കര ഭാഗ്യം. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹത്തിനൊത്ത് ഇവക്ക് അറിയില്ലെങ്കിൽ ഇവൾ ആ കാര്യത്തിന് വേണ്ടി നിന്ന് തന്നിട്ടുണ്ട്. ഞങ്ങൾ ക്യാമറ എടുക്കുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ്. ലൈക്ക് ഇപ്പൊ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഇപ്പൊ പിള്ളേരൊക്കെ ഭയങ്കര സിനിമ എടുത്തു വെക്കുന്ന സമയമാണ്. അപ്പം നമ്മളൊരു ചെറിയ മിനി ഷോർട്ട് ഫിലിമെങ്കിലും ഏത് രീതിയിൽ എടുക്കണം. അപ്പോൾ ഞങ്ങളുടെ ഒരു ഡയലോഗ് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ആക്ട് ചെയ്യുമ്പോൾ ആദ്യമേ ഇവളുടെ ഫേസ് ഫോക്കസ് ചെയ്തിട്ട് എൻ്റെ സൈഡിൽ നിന്ന് എടുക്കും. ബാക്കിൽ കൊണ്ട് ഞങ്ങൾ ട്രൈപ്പോഡ് ഇതുപോലെ വെക്കും. ഇതെടുത്ത് ഇത് മൊത്തം ഷൂട്ട് ചെയ്യും. മൊത്തം ആ ഒരു 3 മിനിറ്റ് 2.5 മിനിറ്റ് ഉണ്ടാവും വീഡിയോ. ആ വീഡിയോ മൊത്തം ഞങ്ങൾ ആ ഡയലോഗ്സ് വെച്ച് ഷൂട്ട് ചെയ്യും. ഡയലോഗ്സ് എഴുതൂല, ഒന്നും ചെയ്യില്ല, ഒരു കണ്ടന്റ് മാത്രമേ പറയത്തുള്ളൂ. ഇതിനകത്ത് മെയിൻ കീ പോയിന്റ്സ് വരുന്ന ഡയലോഗ്സ് മാത്രം പറഞ്ഞു കൊടുക്കും. അത് മാത്രം കറക്റ്റായിട്ട് വേണം, ബാക്കിയൊന്നും പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. ബാക്കി നിന്റെ കൈ നിട്ടോ എന്നിട്ട് ഇത് സംസാരിക്കും. അത് എന്നെ എടുത്ത് ഇപ്പുറത്തെ ഓപ്പോസിറ്റ് വെക്കും. ഇതേ സെയിം ആക്ട് അതുപോലെ ഒന്നുകൂടെ ചെയ്യും. ഇനിയിപ്പോൾ അത് വേറെ ആംഗിളിൽ നിന്ന് വേണമെങ്കിൽ അതും കൂടെ ഒന്നുകൂടെ എടുക്കും. എന്നിട്ട് ഇത് മെർജ് ചെയ്യുക ചെയ്യുന്നത്. ഇത് ഇവള് വന്നതിന് ശേഷമാണ് ഞാനിത് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് അതിനുള്ള ധൈര്യം കിട്ടിയത്. അതുവരെ എൻ്റെ കൂടെ ചെയ്യാൻ ആരുമില്ല.